ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല മേടിച്ചിട മോളെ, കേട്ടല്ലോ. നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞ മോളെ? ലിമിറ്റ് ഉണ്ട് വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ല. നീ മേടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. എന്താ എന്താ ഫോട്ടോ കണ്ടാ നിങ്ങള്? ആളെന്ത് മാസല്ലേ, ആള് വേറെ ലെവലാ. എടാ നാണമില്ലടാ പെമ്പിള്ളാരുടെ അടുത്ത് നിനക്ക് ഇങ്ങനെ കടന്ന് ചീത്ത വിളിച്ച് മാസ് കാണിക്കുക, അവളെയൊക്കെ ഉപദ്രവിച്ചിട്ട്. അപ്പൊ വിഷയത്തിലോട്ട് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എനിക്ക് പറയണം. എനിക്ക് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട് അവനെ കാണുമ്പോ. അവനെ എനിക്ക് 10 പറയണം. കാരണം അമ്മാതിരി ദുരന്തമാണ് ഈ പെൺകുട്ടി ഇവന്റെ നിന്ന് അനുഭവിച്ചിട്ടുള്ളത്. അപ്പം അദ്വൈത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു ഇഷ്യൂ, അവളുടെ റിലേഷൻഷിപ്പിലുണ്ടായ ഇഷ്യൂ, ഇപ്പൊ ബ്രേക്കപ്പ് ആയി. ആ പെൺകുട്ടി ഇപ്പൊ രക്ഷപ്പെട്ട്. അത്രയും എക്സ്ട്രീം ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരുന്നു ഈ പെൺകുട്ടി, ഈ പറയുന്ന വേട്ടവാളിയനുമായിട്ട്. ഇവനെപ്പോലെ ഒരു ലോക കൽപ്പണം കെട്ടവനെ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല. കാരണം ആ പെൺകുട്ടി അത്രയും അവൻ്റെ അടുത്തുനിന്ന് അനുഭവിച്ചു. ഇനി വേറെ ഒന്നും ഇല്ല അനുഭവിക്കാൻ, വേറെ ലെവലിൽ അനുഭവിച്ചു. ടോക്സിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള ടോക്സിക് ഒക്കെ കണ്ടിട്ടുണ്ട്. 8:30 ഫോൺ വിളിക്കാന്ന് പറഞ്ഞ് 8:35 വിളിച്ചാൽ അല്ലെ 33 വിളിച്ചു കഴിഞ്ഞാൽ വിഷയം. പിന്നെ മെസ്സേജ് അയച്ചാൽ ഉടനെ റിപ്ലൈ ഇല്ലെങ്കിൽ അതിനും വിഷയം. എന്തേടെ അപ്പിടാൻ പോയിരുന്നാലും നിനക്ക് റിപ്ലൈ ആയിരുന്നോടെ? നിനക്ക് നീ എടാ മോനെ നീ വേറെ ലെവലായിട്ടാ. നിനക്കുള്ള ചായം പരിപ്പോടെയും കിട്ടും. നീ ഒന്നും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല. എടാ നീ ഭയങ്കര മാസാണെന്നാണ് നിന്റെ സ്വയമേയുള്ള വിചാരം. ആ പെൺപിള്ളേരുടെ അടുത്ത് മാസം കാണിച്ചില്ല, ആമ്പിള്ളേരുടെ അടുത്ത് നിനക്ക് പറ്റുമെങ്കിൽ നീ കാണിച്ച് നീ കിടിലുവാണെന്ന് അവന്മാരെ കൈ കയറിപ്പോവും, നിനക്ക് ഇറങ്ങിപ്പോവും. പെമ്പിള്ളാരെ, ഈ പാവപ്പെട്ട പെമ്പിള്ളാരെടുത്ത് വലിയ വിരോധം അടിച്ച് തെറിയും വിളിച്ച് അടിച്ചും ഉപദ്രവിച്ചിട്ടുമൊക്കെ നീ അങ്ങും വലിയ മാസാണെന്ന് നിനക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. ഇന്നത് ഒരു തീർപ്പാക്കി തരാം. നിനക്കുള്ള മറുപടിയും ചായയും പരിപ്പോടും എല്ലാം കൂടി ഞാൻ ഇപ്പം തരാം. അപ്പോൾ ഈ പെൺകുട്ടി ഒരു ദിവസം ഇതുപോലെ 2 മിനിറ്റ് താമസിച്ച് കോൾ എടുത്ത് തിരിച്ച് വിളിച്ചതിന് ഈ നാറി ആ പെണ്ണിൻ്റെ അടുത്ത് അവളുടെ അച്ഛനെ അമ്മയൊക്കെ വെച്ചിട്ട്, പല വീട്ടുകാർ അമ്മയൊക്കെ വെച്ചിട്ട് പറഞ്ഞ വളരെ മോശമായ ഒരു വോയിസ് റെക്കോർഡുണ്ട്. നിങ്ങൾ ഫുള്ളൊന്ന് കേട്ട് നോക്കുക. കേട്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല മേടിച്ചിട മോളെ, കേട്ടല്ലോ. നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞ മോളെ? ആണോ അല്ലയോ? എന്റെ കയ്യില് തെറ്റുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് തീർക്ക്. മനസ്സിലായോ? ലാസ്റ്റ് തവണ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത് തെറ്റിച്ചു കഴിഞ്ഞാ? ലിമിറ്റ് ഉണ്ട് വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ല. നീ മേടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കണം നിനക്ക് തോന്നണമെങ്കിലേ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട്. മനസ്സിലായോ? ചോദിക്കണേ ഇനി നീ ഉത്തരം തരാണ്ട് ഒരു സെക്കൻഡെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പോണത് നീ തെറിയല്ലോട്ടാ. ഒരു പന്ന പോലെയാടി തേ പിടിച്ച് മേടിച്ചിട മോളെ. ആ പന്ന നീ വീട്ടിലുള്ളവരെ പറയുന്ന നിന്നോട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ നിനക്കൊരു വാണിംഗ് തന്നോ? അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല ഇത് കേട്ടിട്ട്. ആടി പിടിച്ചിട മോളെ, ആ പറക്കത്തിന്റെ മോള് തന്നെയല്ലേ നീ? 8 മണിക്കും 8:30ക്കും 9-നും 9:15 9:45 വിളിക്കണം എന്നല്ലേ? അതിലേതേലും സമയം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തു? എത്ര ദിവസത്തേക്ക് വിളി? എത്ര ദിവസം ഒന്നുമില്ല, മൊത്തം. ശരി, അടുത്ത പറ. പിന്നെ മറ്റേ നിധുവിന്റെയും ഈ ലാസ്റ്റിലെ ആർബിക്കും മൊത്തം 6 പിക്ക് അത് ആർക്കീവിൽ തന്നെ ഉണ്ടാവും. പെർമിഷൻ ഇല്ലാണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല, അത് അൺആർക്കീവ് ചെയ്യുന്നില്ല. ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്തോ? ഈ കോളിൽ ഒരെണ്ണമെങ്കിലും മിസ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴെന്നെ ബ്ലോക്ക് ചെയ്തോ? അതെന്നെ ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? മെല്ലെ പറഞ്ഞതല്ല ലൂട്ടു, എന്തിനിങ്ങനെ കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട് ഇത്. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ 8 മണിക്കും 8:30ക്കും 9 മണിക്കും 9:15 9:45 ഈ പറഞ്ഞ 5 സമയം ഞാൻ വിളിക്കുക. എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു.
കേട്ടോ? ഏതിലൊക്കെ ബ്ലോക്ക് ചെയ്യണം? ഏതിലാ വെച്ച് ചെയ്തു? കംപ്ലീറ്റ് ചെയ്യട്ടാ. നേരെ പറടി. കംപ്ലീറ്റ് ചെയ്തോ? ഏതിലാ വെച്ച് ചെയ്തു? ഇഷ്ടമുള്ള പോലെ ചെയ്തോ? അങ്ങനെ വിളിക്കാതിരുന്നു. പിന്നെ നിന്റെ കയ്യും കാലും നക്കാൻ വരുന്ന പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് ഞാൻ തെറ്റിക്കില്ലല്ലോ. കയ്യും കാലും നക്കാൻ വരുന്ന പരിപാടി ഇന്നിപ്പോ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇന്ന് മിനിഞ്ഞാന്ന് നീ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം ഞാൻ വന്നാ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നും കൂടി പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസമില്ല. 5 പൈസക്ക് വിശ്വാസമില്ല. കാര്യം പറ. വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തോ? അടുത്ത് പറ. പിന്നെ നിധുവിന്റെ 3 പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിലെ 3 പിക്കും ഞാൻ എന്താ പറയാ ആർക്കീവ് ഇട്ടിട്ടുണ്ട്. അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അൺആർക്കീവ് ഇല്ല. എങ്ങാനും ഞാൻ അൺആർക്കീവ് ചെയ്ത് കണ്ട ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ കാണാതെ പിക്ക് വല്ലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കാണാണ്ട്? ലുട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള തന്നെയല്ലേ. ഞാൻ അറിയാണ്ട് നീ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ലൂട്ടു ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ. ശരി എന്നാ ലൂട്ടു ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോട്ടെ. ഇങ്ങനെ പല ഡയലോഗ് ആണെങ്കിൽ തേവിടിച്ചിട്ട് മോളെ ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട. എവിടെ വെച്ചാ ബ്ലോക്ക് ചെയ്തു. ഇതില് വല്ല തെറ്റി കേട്ടാ അതു തെറ്റിക്കില്ല ലുട്ടു, തെറ്റിക്കില്ല. എന്ത് നോക്ക്. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്. ഓർത്തോ നീ? 9:45 ഇപ്പോ. എന്ത് എന്റെ വിളിക്കേണ്ട സമയാന്നു. ശരി കുഴപ്പമില്ല. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്. ഓർത്തോ നീ? എന്തായാലും ഓർമ്മയുണ്ട്. ആളെ തൊട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ മൊത്തം എത്ര കാലം ഞാൻ പറയുന്നു അത്രയും കാലം നിന്റെ ഒരു കോളിംഗ് തെറ്റിയാതു ഇല്ല. തെറ്റിയാൽ എന്ത് ചെയ്യണം പറ. തെറ്റി തന്നെ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയാലും വിളിച്ചോളാം. ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, നല്ല പച്ച തെറി അമ്മയ്ക്ക് വിളിക്കും കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പോരെ. ഇത് ഞാൻ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നീ കയ്യും കാലും പിടിച്ചിപ്പൊ ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അത് അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ. അല്ല എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാന്ന് ഞാൻ പറയുന്നു. അതാ പറഞ്ഞേ. ഇത് നീയേ ഇത് ഒന്ന് മിസ്റ്റേക്ക് ഇത് എങ്ങനെയും ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പറയണെങ്കിൽ ഇതൊന്നും നിനക്ക് ബാധകം അല്ലെങ്കിൽ അല്ല. ഞാൻ വിളിക്കും. ഈ പറഞ്ഞ സമയമല്ല എന്റെ. സീരിയസ്ലി ഞാൻ പറയാ ഇവനൊക്കെ വല്ല സെല്ലിലും പിടിച്ചിരുന്ന സത്യം. അത്ര ടോക്സിക് ഒന്നുമല്ല ഇവന്. വേറെ എന്താ പ്രശ്നമുണ്ട്? അത്രയും വൃത്തിയിട്ടവനാണ് ഞാൻ. പിന്നെ ഈ അദ്വൈത എന്ന് പറയുന്ന കുട്ടി ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീല് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇവൻ ഉപദ്രവിച്ച് നെഞ്ചിലും കയ്യിലും കാലിലും കഴുത്തിലും ആടി ഇടിയും കൊടുത്ത് മൊത്തം പാടാ. ആ കുട്ടി അനുഭവിക്കുന്ന എക്സ്ട്രീം ലെവൽ ഈ 4 കാരണം അനുഭവിച്ചിട്ടുണ്ട്. ഇവനൊക്കെ സത്യം നിന്റെ അടുത്ത് എനിക്ക് പറയാൻ നീ രക്ഷപ്പെട്ട് ഇവന്റെ അടുത്ത് നിന്നൊക്കെ പോയത്. ഇനി നീ മാത്രല്ല ഇനി ഇവന്റെ ലൈഫിൽ വേറൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവന് അടിമ ആവശ്യം. ഇത് പണ്ടത്തെ അവന്റെ അടിമ പോലെ അടിമയായിട്ട് അവന് കിടക്കാനാണ് പെമ്പിള്ളേർ ആവശ്യം എന്ന് തോന്നുന്നു. എടാ ഈ ഞാൻ പറഞ്ഞില്ലേ ഇവന് നല്ല നിനക്ക് സഹോദരന്മാരോ വല്ലതും ഉണ്ടെങ്കിൽ നിന്റെ അച്ഛനാലും മതി. പറഞ്ഞിട്ട് നാളെ ഇടിച്ച് കയറ്റി കൊടുക്കേണ്ടവനാണ്. നിന്നെ അമ്മാതിരാണ് ഉപദ്രവിച്ച് വെച്ചിട്ടുള്ളത്. നിനക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നാണ് വിചാരിച്ചായിരിക്കും ഇങ്ങനെ ഇത്രയും ഇത് എടുത്തിട്ട് ചാമ്പി വെച്ചിരുന്നത്. ഞാൻ വീഡിയോ കണ്ട ആന്തിച്ചു. എനിക്ക് എങ്ങനെ കയറി വന്നെന്നറിയാമോ? അവന്റെ വിചാരം അവൻ്റെ പോലെ കിങ് എന്നാണ്. ചുമ്മാ ഒരു വോയിസ് കൂടി ഉണ്ട്, ഞാൻ അത് കേൾപ്പിച്ചു തരാം. നിങ്ങൾ അതൊന്ന് കേട്ടു. ഇവൻ വഴിയിൽ ഇവൻ സ്ഥലവും കാലവും ഒന്നും നോക്കൂല. വഴിയില ബസ്സില എവിടെ വെച്ചാലും ഇവൻ എന്തെങ്കിലും തോന്നാത്ത പോലെ വെച്ച് അടിച്ച് കയറ്റി കൊടുക്കുമെന്നാണ് പറഞ്ഞത് അദ്വൈത. ഇവനൊക്കെ എവിടെന്നാ കുത്തിയും പിടിച്ചോണ്ട് വരുന്നത്? എന്റെ മോളെ നീ ഇത് നിയമപരമായി പോകേണ്ട കേസാണ്. ഇവന് വെറുതെ വിടേണ്ട കേസൊന്നുമില്ല ഇത്. ഞാൻ നെല്ല് അതിൽ കുറേ ഇഷ്യൂസ് പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവൻ എൻ്റെ മുഖത്ത് പഞ്ച് ചെയ്തിട്ട് എനിക്ക് ജോസിൽ കുറച്ച് ഇഷ്യൂസ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ വെച്ചിട്ട് ഇവൻ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ബസ്സിൽ വെച്ചിട്ടാണ് എന്നെ ഈ ചാർജർ വയർ കഴുത്തിന് ചുറ്റിയിട്ട് മറ്റേ ആ സീൻ ഇതാക്കുന്നത്. അങ്ങനെ ഇവൻ പബ്ലിക് പ്ലേസിൽ വെച്ച് നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുക, പിന്നെ ഉപദ്രവിക്കുക, കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ച് ദേഹത്തെല്ലാം കുത്തിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മളതിനെ റിയാക്ട് ചെയ്യുമ്പോൾ അതിലും കൂടുതലായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ എന്താ പറയാ, സൈലന്റ് ആവേണ്ട ആ ഒരു സ്റ്റേജ്.
ഈ കൊച്ച് എന്തുമാത്രം ക്ഷമയോടെ ലൈഫിൽ പോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇത്രയും ഉപദ്രവിച്ചിട്ട് ഇവന്റെയൊക്കെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ് സത്യം. ടോക്സിക് എന്നൊന്നും ഇവനെ പറയാൻ പറ്റത്തില്ല. ഇവന് വേറെ എന്തോ കുഴപ്പമാണ്. ഇവന് തക്കതായ നിയമ നടപടി എടുത്ത് ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. ഇവനൊന്നും പുറത്തുവിടാൻ പറ്റില്ല. പെൺപിള്ളേരൊന്നും ചെയ്വല്ല. ഇവന്റെയൊക്കെ വലയിൽ പോയി ഏതെങ്കിലും പെണ്ണ് വീഴുന്ന അവളുടെയൊക്കെ ഗതികേട്. അതാണ് അവസ്ഥ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ സത്യം പറഞ്ഞാൽ അന്തിച്ചു കേട്ടോ. ഞാൻ ആദ്യം ഈ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പം ഞാൻ എന്നിട്ടത് എനിക്ക് മറ്റേ വേറൊരു ഇഷ്യൂവിൻ്റെ റിലേറ്റായി നടക്കുന്നുണ്ട്, ഞാനിത് കണ്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇതൊന്ന് ശ്രദ്ധിച്ചത്. ഞാൻ കണ്ട മറ്റേ കിളി തുറന്നു പോയി സത്യം. ഞാൻ അന്ന് ആ വീഡിയോ ഇൻസ്റ്റയിൽ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ, ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇപ്പോഴാണ് ആ സാധനം നോക്കിയത്. എൻ്റെ കിളി പറന്നു അവസ്ഥ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന്.